രാഷ്ട്രമാണ് പ്രധാനം, രാഷ്ട്രീയമല്ല എന്ന് ശശി തരൂർ MP. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങളോട് വിശദീകരിക്കാൻ ശശി തരൂരിനെ കേന്ദ്ര സംഘത്തിൽ ഉൾപ്പെടുത്തിയതിലാണ് തരൂർ നിലപാട് വിശദീകരിച്ചത്. രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. കേന്ദ്ര സർക്കാർ തന്നെ വിളിച്ചു, അഭിമാനത്തോടെ പോകുന്നു. രാഷ്ട്ര സേവനത്തിനാണ് വിളിച്ചത്, അത് ചെയ്യുമെന്നും തരൂർ. ശാലിനി ചേരുന്ന വിവരങ്ങളുമായി. ശാലിനി, തരൂർ രാജ്യത്തിന് പുറത്തു പോയാൽ എടുക്കാവുന്ന നിലപാടുകളെക്കുറിച്ച് പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ ആരെയും തന്നെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. കേന്ദ്ര സർക്കാർ ഉചിതമായൊരു തീരുമാനമെടുക്കുന്നു. പക്ഷെ നമുക്കറിയാം ഈ കാര്യത്തിൽ കോൺഗ്രസ് മറിച്ചൊരു നിലപാടാണ് സ്വീകരിച്ചതെന്ന്. അതുകൊണ്ടാണ് ശശി തരൂരിന് ഇങ്ങനെ വിശദീകരിക്കേണ്ടി വന്നത്. അദ്ദേഹം ഇപ്പോൾ എന്ത് നിലപാട് എടുത്തിരിക്കുന്നു? വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ശശി തരൂർ MPയെ പറ്റി അല്ലെങ്കിൽ അദ്ദേഹം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പോയി പ്രവർത്തിച്ച രീതിയെപ്പറ്റി ഒരു പക്ഷേ ആർക്കും പറഞ്ഞു മനസ്സിലാക്കേണ്ട ഇതില്ല. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഒരു സുപ്രധാനമായ തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂർ, അതിനുശേഷം പാക് ഭീകരതയോട് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, ഭാരതം സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, ആ നിലപാട് ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ, പ്രത്യേകിച്ച് UK, അമേരിക്ക അടക്കമുള്ള മേഖലകളിലെത്തി അത് അവതരിപ്പിക്കാനുള്ള സംഘത്തലവനായി ശശി തരൂരിനെ നിയോഗിക്കുകയും ചെയ്ത ഔദ്യോഗിക അറിയിപ്പ് ഇന്നലെയോടുകൂടി വന്നിരുന്നു. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ ഭാഗത്തു നിന്നാണ് അത്തരത്തിലൊരു മെസ്സേജ് അല്ലെങ്കിൽ അത്തരത്തിലൊരു സന്ദേശം അദ്ദേഹത്തിന് ലഭ്യമായിട്ടുള്ളത്. ആ സന്ദേശം ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് താൻ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശശി തരൂർ അദ്ദേഹത്തിന്റെ നിലപാട് ആവർത്തിച്ചത്. വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രമാണ് വലുത് എന്നുള്ള ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ. രാഷ്ട്രീയം ഉണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്ന അദ്ദേഹത്തിന്റെ ആ നിലപാട് തന്നെ കൃത്യമാണ്, കോൺഗ്രസിനുള്ള മറുപടിയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു തീരുമാനം വന്നതിന് തൊട്ട് പിന്നാലെ കോൺഗ്രസിന്റെ ചില പ്രതിനിധികൾ, ഒപ്പം തന്നെ ജയറാം രമേശ് അടക്കമുള്ളവർ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അത് കോൺഗ്രസ് നൽകിയിട്ടുള്ള ലിസ്റ്റിൽ നിന്നുമല്ല ശശി തരൂരിനെ BJP ക്ഷണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു സംഘത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അതിലടക്കമുള്ള വിമർശനം കോൺഗ്രസ് നടത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ശശി തരൂർ ഇത്തരത്തിലൊരു നിലപാട് ആവർത്തിച്ചുകൊണ്ടും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് കൃത്യമാണ് എന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. കോൺഗ്രസിന് തന്റെ കഴിവിനെയും കഴിവുകേടിനെയും പറ്റിയിട്ട് ധാരണയുണ്ടായേക്കാം. പക്ഷേ കേന്ദ്രം തന്നെ സ്വീകരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കേന്ദ്രം ഇത്തരത്തിലൊരു താല്പര്യം തന്നെ അറിയിച്ചിട്ടുള്ളത് തന്റെ കഴിവിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ്. വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച ആ പ്രവർത്തന പരിചയം അടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തനിക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് താൻ മുന്നോട്ട് പോകുന്നത്. കേന്ദ്രത്തിന്റെ നിർദ്ദേശം, ഒപ്പം തന്നെ കേന്ദ്രത്തിന്റെ ആവശ്യം അത് സ്വീകരിക്കുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. രാഷ്ട്രീയം നോക്കി ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യമല്ല, ഭാരതത്തിന് വേണ്ടിയുള്ള ഒരു തീരുമാനമാണ്. രാഷ്ട്രീയത്തിനപ്പുറം ഒരു പൗരൻ എന്ന നിലയിൽ സ്വന്തം രാജ്യത്തിന് വേണ്ടി, സ്വന്തം ഭാരതത്തിന് വേണ്ടി താൻ പ്രവർത്തിക്കുകയാണ്. അതിന്റെ തുടക്കമാണ് ഇതിലൂടെ വരുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അല്പസമയം മുമ്പ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ട ശശി തരൂർ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി അദ്ദേഹം ഡൽഹിയിലെത്തും. ഡൽഹിയിലെത്തിയതിനു ശേഷം കേന്ദ്ര സർക്കാരുമായി ചില കൂടിക്കാഴ്ചകളുണ്ട്. അതിനുശേഷമാണ് ഏതൊക്കെ തരത്തിലാണ് തന്റെ പ്രവർത്തന മണ്ഡലം, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് താൻ ഇനി പ്രവർത്തിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുക. അതിനനുസരിച്ച് കേന്ദ്രത്തിന്റെ തീരുമാനത്തിനനുസരിച്ച് താൻ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ശശി തരൂർ പറയുന്നത്. ഇതിൽ കൃത്യമായി കോൺഗ്രസിനുള്ള മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. രാജ്യസേവനം എല്ലാ പൗരന്മാരുടെയും ഉത്തരവാദിത്തമാണ്. രാജ്യത്തിന് വേണ്ടി താൻ സംസാരിക്കും. ഒപ്പം തന്നെ മുൻപരിചയം അടക്കമുള്ള കാര്യങ്ങൾ അനുഭവപ്പെടുത്താൻ കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു, അത് താൻ അനുസരിക്കുകയാണ്. ഒപ്പം തന്നെ വിവാദങ്ങൾക്ക് ഈ സമയത്ത് യാതൊരു രീതിയിലുള്ള സാഹചര്യങ്ങളും ഇല്ല, അല്ലെങ്കിൽ വിവാദങ്ങൾക്ക് വേണ്ട ഒരു സമയമല്ല ഇതെന്നുള്ളതാണ് ഇപ്പോൾ ശശി തരൂർ MP വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ തന്നെ സംഘത്തിലേക്കുള്ള ക്ഷണം അതൊരു രാഷ്ട്രീയമല്ല എന്ന് കൂടി ശശി തരൂർ ആവർത്തിക്കുന്നുണ്ട്. MPമാരുടെ ഉത്തരവാദിത്തം മാത്രമാണ് തന്നിലൂടെ താൻ നിറവേറ്റപ്പെടുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നത്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പല ഘട്ടങ്ങളിലും ഈ വിഷയം പുറത്തു വന്നതിന് ശേഷം, കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങൾ വന്നതിന് ശേഷം കോൺഗ്രസിന്റെ പല നേതാക്കന്മാർ, പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കന്മാരടക്കമുള്ളവർ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. അത് തന്നെ അപമാനിക്കാനായേക്കാം എന്ന രീതിയിൽ ഒരു പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ ശശി തരൂർ നടത്തിയിട്ടുണ്ട്. എന്തായാലും പല ഘട്ടങ്ങളിലും കോൺഗ്രസ് നിലപാടിന് എതിർ ദിശയിൽ നിൽക്കുകയും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന പല നിലപാടുകളെയും ചേർത്ത് പിടിക്കുകയും, പ്രത്യേകിച്ച് ദേശീയത അടക്കമുള്ള കാര്യങ്ങളും രാജ്യത്തിനെ പറ്റിയിട്ടുള്ള സുപ്രധാന കാര്യങ്ങളിൽ മോദി സർക്കാരിന്റെ തീരുമാനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുകയും ഒക്കെ പ്രസ്താവനകൾ പറയുകയും ഒക്കെ ചെയ്ത ശശി തരൂരിനോട് പല ഘട്ടങ്ങളിലും കോൺഗ്രസ് നിലപാട് അറിയിച്ചിട്ടുണ്ട്, വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, താക്കീത് നൽകിയിട്ടുണ്ട്. എന്തായാലും ആ താക്കീതിലൊന്നും ഇക്കാര്യം നിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് ശശി തരൂർ ആവർത്തിക്കുന്നത്. എന്തായാലും കേന്ദ്രത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഒപ്പം തന്നെ രാഷ്ട്രമാണ് രാഷ്ട്രീയത്തെക്കാൾ വലുത് എന്നുള്ള നിലപാട് ആവർത്തിച്ചുകൊണ്ട് ശശി തരൂർ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. അത് നിലപാട് കൃത്യമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ശശി തരൂർ അല്പസമയത്തിന് മുമ്പ്. ശരി ശരി ശാലിനി.